ഇന്ന് കറക്കിയ മത്തിയാണ് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചേ മത്തി ഒന്ന് പച്ചക്കുരുമുളക് ഇട്ട് വറ്റിച്ചെടുക്കാമെന്ന്. എന്നാൽ തുടങ്ങല്ലേ. മത്തി ഒന്ന് ക്ലീൻ ചെയ്ത് ഇങ്ങനെ വരഞ്ഞെടുത്തോളിട്ടോ. പിന്നെ ഒരു ജാറിലേക്ക് ആ കുരുമുളക് മണികളാക്കി ഇടുക. അതിലേക്ക് നമ്മളൊരു 8 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-15 ചുവന്നുള്ളിയും ചേർക്കണേ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 1/2 ടീസ്പൂൺ ഉണങ്ങിയ കുരുമുളക് കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണേ. അധികം അരഞ്ഞു പോകേണ്ട, ഇതുപോലെ. പിന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഈ മസാല ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞ് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കുറച്ചുകൂടെ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചേർത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മത്തി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. മത്തി ഇട്ട് കൊടുത്ത് മത്തിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ മത്തി ഒന്ന് മിക്സാക്കി എടുക്കണേ. പിന്നെ കുറച്ചുകൂടെ വെള്ളവും ചേർത്തൊന്ന് തിളപ്പിച്ച് നമ്മളെ വെള്ളം വറ്റിച്ചെടുക്കുക. ഇടയ്ക്ക് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ മത്തി നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? നമ്മളെ കേരളീയർ വികാരമല്ലേ മത്തി. ഇങ്ങനെ നിങ്ങൾ മത്തി കറി വെച്ച് നോക്കി. പിന്നെ മത്തിക്കറിയൊക്കെ ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്.